എന്തോ ഒരു അറപ്പ് വെള്ളോടി. ഇവിടെ കാലുകുത്തില്ല എന്ന് ശപഥം ചെയ്തിരുന്നു നാരായണൻ. ഇല്ല, ഇത് നാരായണന് വേണ്ടിയല്ല, പെരുമാൾപുരത്തിന് വേണ്ടി. ഒരുപടി മണ്ണ് യാചിക്കാനുമല്ല, വില പറയുന്ന വില കൊടുത്ത് വാങ്ങാൻ. അതിനൊരു ചന്തയിൽ വന്നൊന്നും കരുതാം. വാ. ഗിരിമുതലാളി ഒന്ന് കാണാൻ വന്നതാ. കളത്തിലോ മില്ലിലോ എന്തെങ്കിലും ഒരു പണി. വയറ് കഴിഞ്ഞു പോണ്ടേ ഉണ്ണിത്തമ്പുരാന്. അയ്യോ നമസ്തേ. ഡോ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യരുത്. പിന്നെ കുണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥല പോടാ കാട്ടി. എന്താ ചെറിയമേ, സുഖം തന്നെയല്ലേ? വാ വാ, നമ്മുടെ ഭക്ഷണത്തോട്ട് തന്നെ ഇരിക്കെ. വന്നാട്ടെ. അപ്പോ പറയും നാരായണൻ, എങ്ങനെ ഇരുപക്ഷത്തിനും ഛേദമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം? വെള്ളോടി മാഷേ, താങ്കൾക്ക് ഏത് രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വേണമെങ്കിലും മുന്നിൽ വെക്കാം. സ്വീകാര്യമെന്ന് തോന്നുന്നതിനെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്. എനിക്ക് മനസ്സിലാവാത്തത് എന്താ ഇത്ര വലിയ പ്രശ്നമെന്നാണ്. ഞങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ഞങ്ങൾ വിൽക്കാൻ തീരുമാനിക്കുന്നു. അനാവശ്യമായി അതിൽ ഇടപെടുന്നവരാണ് പ്രശ്നം, അല്ലെങ്കിൽ അത് മാത്രമാണ് പ്രശ്നം. ശ്രീ ബേബി തോമസിന്റെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഗ്രൂപ്പ് അവിടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന റിസോർട്ട് പൂർത്തിയാകുമ്പോൾ പെരുമാൾപുരത്തുള്ള മിനിമം 20 ചെറുപ്പക്കാർക്കെങ്കിലും ഒരു സ്ഥിരം തൊഴിൽ, അത് ശ്രീ ബേബി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഈ നാടിന്റെ വികസനം ഒരു MLA എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ കാര്യത്തിൽ താല്പര്യം കൂടുതലുണ്ട് നാരായണൻ. വികസനം വേണം. നിലമ്പൂർ കാടുകളിലെ ചോലനായ്ക്കർ പല്ലിയെയും പഴുതാരയും പിടിച്ചു നിന്ന് വിശപ്പടക്കുമ്പോൾ, വയനാട്ടിലെ ആദിവാസി ഒരു തുണ്ട് ഭൂമി ചോദിച്ചതിന് മുളവടി കൊണ്ട് തല്ലുകൊള്ളുമ്പോൾ, കോളക്കമ്പനിക്കാരൻ ജലനിധി കൊള്ള ചെയ്ത് ആ വെള്ളം കക്കൂസ് കഴുകാൻ ഉപയോഗിക്കേണ്ട രാസവസ്തു കലർത്തി കുപ്പിയിലാക്കി വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ അതിനോട് പുറംതിരിഞ്ഞു നിന്ന് മസാജ് പാർലറും മഴക്കുളിയും ഇൻസ്റ്റന്റ് കഥകളിയുമായി സഞ്ചാരികളുടെ കണ്ണും കാതും കുളിർപ്പിക്കാൻ അധികാരികൾ നടത്തുന്ന വികസനം. ആ വികസനാഭാസങ്ങളുടെ പുതിയ രൂപമാണല്ലോ തൈലം കേന്ദ്രങ്ങളും അതിന്റെ അനുബന്ധ മസാലകളും. വേണ്ട സർ, ആ പരിഷ്കാരത്തിന്റെ മാലിന്യങ്ങൾ മണ്ണിനെ സ്നേഹിച്ച്, പുഴയെ സ്നേഹിച്ച്, മരങ്ങളെ സ്നേഹിച്ച് ജീവിതം പുലർത്തുന്ന ഒരു നാടിന്റെ സംസ്കൃതിയിലേക്ക്, നന്മയുടെ ആ ഭൂമികയിലേക്ക് ചവറായി തള്ളരുതെന്നേ പറയാം. ഇതിനായി കേരളത്തിലെ 14 ജില്ലകളിലെ 10,000 ഗ്രാമങ്ങളിൽ നിങ്ങൾക്ക് വേറെ ഇടം കിട്ടില്ലേ? ഒരു പബ്ലിക് പ്രൊട്ടസ്റ്റ് ഈ പറഞ്ഞ ടൂറിസ്റ്റ് സെന്ററിന്റെ വരവ് തടഞ്ഞു എന്ന് വരാം. ബട്ട് അവർക്ക് ഈ പ്രോപ്പർട്ടി വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് തടയാൻ കഴിയില്ലല്ലോ നാരായണ. അതാണ് പറയുന്നത്. പുറത്ത് മറ്റാര് പറയുന്ന വിലയോ അതിൽ കൂടുതലോ കൊടുത്ത് തോട്ടം വാങ്ങാൻ നാരായണൻ തയ്യാറാണ്. പൊന്നും വിലയെങ്കിൽ പൊന്നും വില. അതെ, അതാണ് ലക്ഷ്യം. അതിനുള്ള മാർഗമാണ് ഈ സന്മാർഗികതയും പരിസ്ഥിതി സംരക്ഷണവും ഒക്കെ. ഇല്ല, ദേവരമഠം നാരായണൻ ഒരു പിടി മണ്ണിന് ഒരു ചാക്ക് പൊന്ന് പകരം തരാമെന്ന് പറഞ്ഞാലും വിൽക്കില്ല ഞങ്ങൾ. അത് വാശി. അപ്പൊ അത് വിറ്റ് കാശ് വാങ്ങലല്ല നിന്റെ ലക്ഷ്യം. ആരാധനാലയത്തിന്റെ വിശുദ്ധിയോടെ ഞങ്ങൾ സംരക്ഷിച്ചു പോരുന്ന ഞങ്ങളുടെ പെരുമാൾപുരത്ത് നിനക്ക് കൂത്താട്ടം നടത്താൻ ഒരു ആഫീസ് തുറക്കണം. അത് നടക്കില്ല മനേഗിരി. നടക്കും, നടത്തി ഞാൻ കാണിക്കാൻ നേരാണ. അതെന്റെ മണ്ണാണെങ്കിൽ നിന്റെ മണ്ണ്. ഓർമ്മയിലെ ബാല്യത്തിൽ അത് എന്റേതായിരുന്നു. അതിന്റെ ഉടമസ്ഥാവകാശം കൈമറിയുന്നത് അച്ഛന്റെ മരണശേഷമാണ്. ആ കളി എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്താ 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 അച്ഛന്റെ മരണം? എങ്ങനെയുള്ള മരണം? 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് 84 ആണ്ട് സ്വസ്ഥ ജീവിതം നയിച്ചിട്ട് കണ്ണടഞ്ഞ മരണമോ? കുത്തിക്കൊന്നതല്ലടാ നീ എന്റെ ഏട്ടനെ. കുറച്ചു നേരമായി ഞാൻ കേൾക്കുന്നു നിന്റെ ഗർവാണം. ആരാധനാലയം പോലൊരു നാട്, സ്വന്തം അച്ഛനെ കുത്തിക്കൊന്ന നീയാണോ അവിടുത്തെ പ്രതിഷ്ഠ? മൂപ്പിൽ കുഞ്ഞമ്പു എന്ന ഞാൻ ചോരയും നീരും വറ്റിച്ചും കേസും കൂട്ടവും നടത്തിയും വാക്കിനിടവില്ലാത്തടത്ത് കയ്യൂക്ക് കാട്ടിയും തന്നെ സമ്പാദിച്ചതാണാ ഇന്നീ കാണുന്നതൊക്കെ. അതിലൊരു പങ്കിയാ വിറ്റുന്ന് വരും, ആർക്കെങ്കിലും ദാനം കൊടുത്തു വരും. അതിന് തട നിൽക്കാൻ നീ വളർന്നിട്ടില്ലടാ ചെക്ക. ഏട്ടന്റെ മോൻ, എന്റെ കൂടെ പിറന്നവന്റെ അന്തകനാണ് നീ.
മാറ്റം നിന്റെ തല കണ്ടപ്പോ തുടങ്ങിയതാ എന്റെ രാമൻകുട്ടിയേട്ടന്റെ ദുർദശ. അല്ലെങ്കിൽ നിന്റെ തള്ളാന്ന് പറയുന്ന ചത്തുപോയ ആ തേവിടിച്ചിക്ക് പുടവ് കൊടുത്ത മിണ്ടിപ്പോരുത് എന്റെ അമ്മയെ കുറിച്ച്. ആ അമ്മയ്ക്ക് വേണ്ടി അവരുടെ കണ്ണീര് കണ്ട് നെഞ്ചു കലങ്ങിയാണ് 13-ാം വയസ്സിൽ ഞാൻ കൊലയാളിയായത്. എന്റെ അമ്മയെ അധിക്ഷേപിച്ചാൽ അതേത് ആനപ്പുറത്തിരിക്കുന്ന കുബേരനായാലും ജന്മി തമ്പുരാനായാലും മേടിക്കും എന്റെ ഇന്ന്. കുഞ്ഞമ്പൂ നായരെ പറയുന്നത് നാരായണ. ഒന്നുകൂടെ കേട്ടോ, സഭ കൂടിയവർക്കും മറുപക്ഷത്ത് ആയുധമെടുക്കുന്നവർക്കും പടകുട്ടി പന്തം കെട്ടി വരാം. പെരുമാൾപുരത്തിന്റെ ഗോപുരവാതിലിൽ നാരായണൻ എന്ന ഞാനുണ്ടാവും. എന്നെ വീഴ്ത്തിയിട്ട് നല്ല തന്തയ്ക്ക് പറഞ്ഞ എത്ര പേരാ മണ്ണിൽ ചവിട്ടുമെന്ന് കാണാം. അവളൊഴി മാറാം. പോരു തുടങ്ങി. സർവനാശത്തിലേ ഇത് അവസാനിക്കൂ. ഇരുപക്ഷത്തിനും അവരുടെ ആളെന്ന തോന്നലുണ്ടാക്കിയാവും എന്റെ നില. തമ്മിത്തല്ലി ചാവട്ടെ നാടുവാഴി തമ്പ്രാക്കളുടെ വർഗം. അത് കുട്ടിക്കൃഷ്ണൻ എന്ന വ്യക്തിയുടെ ആഗ്രഹം, നെടുനാളത്തെ സ്വപ്നം. ഹലോ, കുട്ടിക്കൃഷ്ണൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ ആവശ്യം പെരുമാൾപുരം എന്ന രാഷ്ട്രീയ മണ്ഡലം തകരണം. അതിനാ റിസോർട്ട് വരേണ്ടത് ആവശ്യമാണ്. പണിമുടക്കവും സമരവും പഠിപ്പിക്കാം അത്തരം പാഠങ്ങൾ. ഫോൺ സാറിനാ വീട്ടിൽ നിന്ന്. നല്ല വാർത്തയാ, സാറിന്റെ അച്ഛൻ തിരിച്ചു വന്നിരിക്കുന്നു. അമ്പലനടകളും അന്നദാനപ്പുരകളും കയറിയിറങ്ങി ഭിക്ഷ വാങ്ങിത്തിന്ന് ജീവിച്ചു. ഇപ്പൊ രോഗങ്ങളാ, എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയാത്ത. വഴിയിൽ വീണ് ചാവണേന് മുമ്പ് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. ഞാൻ പോണെന്നാണ് പറയുന്നതെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞില്ല. അമ്മയുടെ ശവം കെട്ടിപ്പിടിച്ച് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞപ്പോ നിങ്ങൾ കയറി വന്നിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരാശ്രയത്തിന്. ഞാൻ പറഞ്ഞില്ലേ മോനെ, ഞാൻ നാട് വിട്ടു പോയില്ലെങ്കിൽ നിന്നെയും അമ്മേനെയും തീയിട്ട് ചുടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പറഞ്ഞത് ചെയ്യുന്നവരാ. ഇനി തമ്പുരാക്കന്മാരെ ഭയക്കാതെ ജീവിക്കാം. ഞാൻ നോക്കിക്കൊള്ളാം, കുറവൊന്നുമില്ലാണ്ടേ. പക്ഷെ ഒന്ന് ചെയ്യണം. നാളെ രാവിലെ ദേവർ മഠത്തിലേക്ക് പോകണം. എന്നോട് പറഞ്ഞതെല്ലാം നാരായണനോടും പറയണം. വർഷം ഇത്രയും കഴിഞ്ഞിട്ട് ഇനി വേണോ? അത് വേണം. പറയുന്നത് ഞാനാ, അനുസരിക്കുക. ഉണ്ണി, ഇവിടെ പഴയ വേലപ്പം പൂശാരി കാണാൻ വന്നിട്ടുണ്ട്. വർഷം കുറെ ആയല്ലോ വേലപ്പാ, എവിടെയായിരുന്നു താൻ? മാപ്പ് കിട്ടില്ല എനിക്ക്. ചെയ്തു കൂട്ടിയ തെറ്റുകളൊന്നും ആർക്കും പൊറുക്കാനാവാത്ത. നേരിൽ ഇങ്ങനെ വന്ന് നിൽക്കാനും പറയാനുള്ളത് പറയാനും ധൈര്യമായിട്ട് വന്നതല്ല. പക്ഷെ ചത്തുപോകുന്നതിന് മുമ്പ് ഉണ്ണിയെ അറിയിക്കണം. എന്റെ കുട്ടികൃഷ്ണൻ അങ്ങനെ പറഞ്ഞു. പഴങ്കഥകളായി ഞാൻ മറന്നുപോയിരിക്കുന്നു പൂശാരി പലതും. ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ അനുഭവിച്ചു തീർത്തു. തേച്ചാലും മാച്ചാലും മായാത്ത പാപത്തിന്റെ വിലാസം അതൊരിക്കലും മായില്ല. അമ്മയുടെ മംഗല്യസൂത്രം പൊട്ടിച്ചവൻ, അവരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചവൻ, അച്ഛനെ കൊന്നവൻ. ഇല്ല, ഉണ്ണി അത് ചെയ്തിട്ടില്ല. എല്ലാറ്റിനും സാക്ഷി ഈ വേലപ്പന. കുഞ്ഞമ്പോ, നാരായണൻ ആ ചെക്കൻ ചതിച്ചു. ഇരുമ്പുകൊണ്ട് കുത്തി ഒന്ന് ആശുപത്രിയിൽ എത്തിക്ക് വേഗം. ചോര ഇശി പോയിട്ടുണ്ട്. നീ എന്താ ചിരിച്ചു പോയി ഏട്ടെ. ഇന്ന് കാലത്ത് നമ്മൾ തമ്മിൽ കണ്ടുപിരിഞ്ഞതാ. അത്യാവശ്യ പ്രശ്നം വന്നുകൊണ്ട് 1 ലക്ഷം രൂപ കടം ചോദിച്ചേ. പണം തന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് ഇങ്ങനൊരു അനിയില്ല എന്ന് നിങ്ങൾ പറയുകയും ചെയ്തു. എന്നിട്ടെന്തായി? ഒരാപത്ത് പതപ്പോ മുന്നിൽ കുഞ്ഞമ്പൂല്ലേ ഉള്ളൂ. നീ പുരാണം പ്രസംഗിക്കാതെ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോവാ കുഞ്ഞമ്പോ. കൊണ്ടുപോവാ. നോക്കട്ടെ.
ഇതാണോ മുറിവ്? ഇതെന്ത് മുറിവ്? ചിലപ്പാ നാരായണന്റെ കുഞ്ഞിക്കേക്ക് ഒരു പോർലേ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. ജീവൻ പോണെങ്കിൽ ഇതാ ഇങ്ങനെ കുത്തണം. ഇത് ഞാൻ ആ ചെക്കന്റെ തലയിൽ വെക്കും. തന്തയെ കൊന്ന മോൻ, ആ പേര് അവരിരിക്കട്ടെ. കുഞ്ഞമ്പൂ നായരെ, നീയോ? എന്താ? പോയ കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് എന്നെ കാണിക്കാതെ നിങ്ങൾ ചീന്തിക്കളഞ്ഞ ഒരു ഏട് ഇന്നെനിക്ക് വേലപ്പൻ പൂശാരി തിരിച്ചു തന്നു. അച്ഛനെ കൊന്ന മകൻ. അതെ, അച്ഛനെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു ഞാൻ. പക്ഷെ ആ കർമ്മത്തിൽ നിങ്ങൾക്കുള്ള പങ്ക് ഇന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ തീർത്ത മുറിവിലൂടെ പ്രാണൻ തുരന്നെടുത്ത എന്റെ കൂട്ടുപ്രതി ശിക്ഷ അനുഭവിച്ചത് ഞാൻ തനിച്ചാണ്. കുട്ടികൾക്കുള്ള ജയിലിലെ തണുത്ത തറയിൽ കിടന്നപ്പോഴല്ല, പലരും പലവട്ടം മുഖത്ത് നോക്കി തന്തക്കാലെന്ന് വിളിച്ചപ്പോഴല്ല, അമ്മ, ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ച എന്റെ പാവ അമ്മ, അവരെന്നെ ശപിച്ചപ്പോ അതെന്റെ നെഞ്ചു മുറിച്ചു. ആ ഉണങ്ങാത്ത മുറിവിൽ ആണയിട്ട് ഞാൻ പറയാണ്, കുഞ്ഞപ്പൂ നായരെ, നിങ്ങൾക്കുള്ള വീതം കിട്ടണം. അത് ഞാൻ തരും. അതിനാണ് മരണം നിങ്ങളെ കണ്ട് വഴിമാറി നടന്നത് ഇത്രയും കാലം. ഒരുങ്ങിയിരുന്നോ? നാളിതുവരെ നിങ്ങളെ തുണച്ച ശക്തികളെ ഇനി ശരണം വിളിച്ചിട്ട് ഫലമില്ല. നീചഗ്രഹങ്ങൾ കളം മാറി നിന്ന് ദുരിതഫലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സമ്മാനിക്കാൻ പോവുകയാണ്. അതെ കുഞ്ഞപ്പൂ നായരെ, എന്നും കുഴിമൂടി കിടക്കില്ല സത്യം. ജരയും നരയും കാർന്ന നിങ്ങളുടെ തലയിൽ ഇനിയും കാണും നീചയുദ്ധത്തിന്റെ തന്ത്രങ്ങൾ എന്നറിയാം. പക്ഷേ ഇനി ശിക്ഷയുടെ കാലമാണ്. കൊല്ലാതെ ഞാൻ കൊല്ലും നിങ്ങളെ. അച്ഛനെ രക്ഷിക്കാൻ കാളിയാർ മഠം ഗിരിക്കണ്ട വഴി അതായിരുന്നു. പക്ഷേ മരണം എന്നോട് ദയ കാണിച്ചു. ആ മാഷേ, അടിയന്തരമായി കുറെ ബ്ലഡ് സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ O നെഗറ്റീവ് ഇല്ലെന്നാ പറയുന്നത്. നമ്മൾ തന്നെ ഡോണേഴ്സിന് റെഡിയാക്കണം. ഒരു ഗ്രാമം മുഴുവൻ ഈ ആശുപത്രിക്ക് പുറത്ത് നിൽപ്പുണ്ട് ഡോക്ടർ ശിവറാം. ലത്തീഫെ, നമ്മുടെ ആൾക്കാരെ മുഴുവൻ വിവരം അറിയിക്കണം. O നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യാൻ പറയണം. വിവരം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. സമയമില്ല. ഇപ്പൊ തന്നെ ലേറ്റ് ആണെന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഡോക്ടർ ബഹളം തുടങ്ങി. ചേട്ടാ, ഒരു വഴി കാണണമല്ലോ. രക്തം ദേവർമഠം നാരായണന് വേണ്ടിയാണോ? അതെ, O നെഗറ്റീവ് ഗ്രൂപ്പാ. ഭാഗ്യത്തിന് ഞാൻ ആ ഗ്രൂപ്പാണ്. മാത്രമല്ല, ഞാനൊരു രക്തദാനിയുമാണ്. ഈ ആശുപത്രി ഞാൻ സ്ഥിരം സന്ദർശിക്കാറുണ്ട്. രോഗിയായിട്ടല്ല, മേൽ പറഞ്ഞതുപോലെ രക്തം ദാനം ചെയ്യാനും രോഗികളെ കണ്ട് ആശ്വാസവാക്കുകൾ പറയാനും അവർക്ക് പഴങ്ങളും പൂക്കളും ഒക്കെ സമ്മാനിക്കാനും. അതൊക്കെ വിശദമായി പിന്നീട് പറയാം. ആദ്യം നമുക്ക് ഈ പ്രശ്നം പരിഹരിച്ചോളാം. എന്താ വിളിക്കേണ്ടത്? എന്നെ വിളിക്കാൻ 3 പേരുകൾ സ്വന്തമായുള്ള ആളാണ് ഞാൻ. ആലി എന്നും രാഘവൻ എന്നും വിളിക്കാം. ആലി രാഘവൻ എന്നും വിളിക്കാം. പേര് മാത്രമേ ഒന്നിൽ കൂടുതലുള്ളൂ. ചോര ഒന്നാ. അതിഥികളുണ്ട്. നാളെ മാലു ഇതെപ്പോ? മണ്ടന. അതുകൊണ്ടല്ലേ നല്ല തടി പോലെ ഞാൻ ബാക്കി എടുക്കുന്നത്. ഇവൾക്കെന്ത് പറ്റി? എന്റെ പത്മാ സുബ്രഹ്മണ്യമേ, ഇങ്ങ് വാ. എന്താടോ, പേടിച്ചു പോയോ? ചാവില്ല കുട്ടി. ഇനി സീനുകൾ അത്ര ബാക്കി കിടക്കണം. ചത്തില്ല അല്ലേ? ഒരു നൂലിഴയ്ക്ക് മാറിപ്പോയെന്നാ പറഞ്ഞ, അല്ലെങ്കിൽ ചങ്ക് പൊളിഞ്ഞന്.
കാട്ടിയുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട്. കൈപ്പഴ പറ്റി പാടില്ലായിരുന്നു. വണ്ടി നോക്ക്. പോലീസാ? SP രാമചന്ദ്രൻ നേരിട്ട് വന്നതാ. ഇനി സാർ മാറിക്കോ, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞും. ഇല്ല, അവരെന്നെ കൊണ്ടുപോകാൻ വന്നതാ. ഒരു ചടങ്ങിന് പിടികൊടുക്കാം. അവർക്കൊരാളെ കിട്ടിയാ പോരെ, ഞാൻ പോവാൻ വലിയേട്ടാ. ഉറപ്പുണ്ടോ നിനക്ക്? മണിക്കൂറുകൾ കൊണ്ട് ഞാൻ പുറത്തിറക്കിക്കോളാം. വാ. SP സാറ് നേരിട്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. പ്രതിയുടെ അന്തസ്സിന് മാന്യത കൊടുക്കണമല്ലോ ഗിരി മുതലാളി. ആ, ഇവൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങാൻ ഇരിക്കുകയായിരുന്നു. എൻ്റെ അനിയൻ ജഗതൻ. പറഞ്ഞ അന്തസ്സും മാന്യതയൊക്കെ ഇവനും കൊടുക്കണം. ആര് പ്രതിയെന്ന് പറഞ്ഞ് കീഴടങ്ങുന്നുവോ അയാളെ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാണ് നിയമം. പക്ഷേ പ്രതി വ്യാജനാണോ ഒറിജിനലാണോ എന്ന് ഞങ്ങളൊന്ന് നോക്കും. ആ, നോക്കിക്കോ. ദേഹത്ത് തൊട്ട് നോക്കാതിരുന്നാ നല്ല. പോലീസുകാരൻ്റെ കൈയും കാലും ഒന്നും വടിവാളിനെ തിരിച്ചറിയില്ലല്ലോ. വെട്ടിപ്പൂളി മുളക് തേക്ക് ഞാൻ. മറക്കണ്ട. ഒരു സെക്കൻഡ്, ഇതാ കൊടുക്കാം. ആ, നമസ്കാരം. വളരെ മെച്ചപ്പെട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ എളുപ്പത്തിൽ മരണത്തിന് കീഴടക്കാൻ പറ്റുന്ന ആളല്ലല്ലോ നാരായണൻ. എന്താ? ഓ,